ഇങ്ങനെ ഒരു ശിക്ഷ ദൈവം എന്തിനെനിക്ക് തന്നു? ഇവനിതെന്തൊക്കെയാണോ ഈ കാണിക്കുന്നത്? കാട്ടിലൂടെ മാനിങ്ങനെ പോവാ. അപ്പോ മാനിന്റെ പിന്നാലെ എന്റെ അമ്മ ശൂർപ്പണക. അതേടാ, ഞാൻ ശൂർപ്പണകയാ. ദേ, എന്റെ പരിധി വിട്ടിരിക്കുക. കൊന്നുകളയും ഞാൻ. ആണോ ശൂർപ്പണകേ? നിന്നെ കൊന്നുകളയും ഞാൻ. തുറക്ക് തുറക്ക് തുറക്ക്. ചിലപ്പോ അത് കണ്ണനായിരിക്കും. കണ്ണാ മോനെ, കേറി വാടാ. എന്റെ ദൈവമേ, മോനെ കണ്ണാ. ഇതിപ്പോ കണ്ണനാണോ? നിങ്ങൾ പോയി മര്യാദയ്ക്ക് പാല് തുറക്ക്. വെറുതെ ആലോചിച്ചോണ്ടിരിക്കല്ലേ? എന്റെ ഈശ്വര, ഇത് അവനാകല്ലേ? മോനെ കണ്ണാ, പമ്പാടി കണ്ണാ, മോനെ വാടാ വാ. കണ്ണാ, എന്റെ ഭഗവാനെ. കണ്ണാ, കേറി വാ മോനെ. നന്നായി, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. വാനര, വാ, കേറി വാടാ. ആ കൊലയാളി, കേറടാ. വിശ്വനാഥനെ കൊല്ലാൻ കൊട്ടേഷൻ തന്ന കൊലയാളി. നിന്നെ ഞാൻ കാത്തിരിക്കണ. പറയൂടാ, കണ്ണന്റെ അച്ഛനെ കൊന്നത് നീയാണെന്ന് ഞാൻ പറയൂടാ. അത് പറയാതെ എനിക്ക് സമാധാനം കിട്ടത്തില്ല. കേക്കടാ, കേക്ക്. നീ ചെയ്ത ചതിക്ക് എല്ലാരും കൂടി ചേർന്ന് നട്ടം തിരിയുവാ. പ്രത്യേകിച്ച് എന്റെ കരുണമോള്. നിനക്ക് ഞാൻ എപ്പോഴാ പ്രതാപ വിശ്വനാഥനെ കൊല്ലാൻ കൊട്ടേഷൻ തന്നത്? നീ പ്ലേറ്റ് മാറ്റലടാ വാമദേവ. നീ അന്ന് എനിക്ക് എത്ര രൂപ തന്നെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ എനിക്കത് അറിയില്ലെങ്കിലേ വിശ്വനാഥൻ അത് എന്നോട് പറയും. എല്ലാ രാത്രിയിലും ഞങ്ങൾ തമ്മിൽ കാണുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു 1.5 മണിക്കൂർ അവൻ എൻ്റെ അടുത്ത് തന്നെ കാണും. അവൻ അവന്റെ മോനെ സ്നേഹിച്ച് മതിയായിരുന്നില്ലടാ. അതിനുമുമ്പല്ലേ നീ അവനെ തട്ടിക്കളയാൻ എന്നോട് പറഞ്ഞേ. ഞാനാണെങ്കിൽ ലോറി കൊണ്ടുപോയി കയറ്റുകയും ചെയ്തു. ആ സ്പോട്ടിൽ തന്നെ അവൻ തീർന്നില്ലടാ. അയ്യോ അയ്യോ, മഹാഭാവി മഹാഭാവി. എല്ലാം വള്ളി പുള്ളി തെറ്റാതെ പറയുന്ന കേട്ടോടാ. കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പറയും. ഇവിടെ സൈക്കാട്രിസ്റ്റുകളൊന്നും ഇല്ല അമ്മേ. ഉള്ള സൈക്കാട്രിസ്റ്റുകളെല്ലാം സൈക്കിളും ചവിട്ടിക്കൊണ്ട് പോയി. ഇപ്പൊ ആരുമില്ല ഇവന്റെ വട്ടു മാറ്റാൻ.